ഇതേ കാര്യം എന്റെ അനിയത്തോട് നിങ്ങളുടെ മോനും പറഞ്ഞു. എന്നിട്ടും ഇവനെ ഞാൻ കൈനീട്ടി തല്ലാത്തത് ഇത് നിങ്ങളുടെ വീടായതുകൊണ്ടാ. അതല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യോടി? കാണണോടാ നിനക്ക്? അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാണെങ്കിൽ നീ ഒരു പൊതുസ്ഥലത്ത് വന്നു നിന്ന് എന്റെ അനിയത്തെ എന്തേലും പറഞ്ഞു നോക്ക. നിന്റെ നാവ് പിന്നെ ബാക്കിയുണ്ടാവില്ല. മിണ്ടാതിരിക്കണോ മനുഷ്യ? നല്ലവന്റെ വേഷം കെട്ടി നടന്നാ പോരാ, മനസ്സ് നന്നാവണം. താൻ തന്റെ മകനെ എങ്ങനെ വേണേലും വളർത്തിക്കോ. പക്ഷെ ഈ വൃത്തികെട്ട മൃഗത്തിനെ എന്റെ അനിയത്തിക്ക് നേരെ അഴിച്ചു വിട്ടാ ഇവന്റെ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. അടുക്കളയിൽ ഇരിക്കുന്ന വാക്കത്തി എടുക്കാനും അതൊന്ന് വീശാനും നന്ദിനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിക്കോ. എന്റെ അനിയത്തിമാരുടെ കാര്യമാവുമ്പോ എന്റെ കൈ വിറക്കില്ല. കേട്ടോ മൂർത്തി സാറേ? ഉത്സവം തീരുന്നതിന് മുമ്പ് ഈ പ്രശ്നം തീർക്കാനാണ് മൂർത്തി സാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പത്മേടത്ത് ഈ കാര്യം ആഗ്രഹിച്ചതുപോലും ഒരൊറ്റയാളും അറിയില്ല. പത്മേടത്തേക്ക് ശല്യമായി ഒരുത്തി അവളുടെ നാട്ടിലെ ഏതെങ്കിലും നടക്കലിൽ തലയടിച്ച് സ്വയം ചത്തു. അങ്ങനെ വരൂ. കാർത്തികേയ, പ്രതിസന്ധികളുടെ മുന്നിൽ നിന്നും അവൾ പല വട്ടം രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും അങ്ങനെ ഒന്നായി പോരുത്. ഇതങ്ങനെ സംഭവിക്കില്ല. ഏട്ടത്തിക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ, നമുക്കാർക്കും പങ്കില്ലാത്ത രീതിയിൽ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഏട്ടത്തി അവളുടെ മരണവാർത്ത കേൾക്കാൻ ഒരുങ്ങിയിരുന്നാ മതി. പക്ഷെ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ എന്നോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. നരേന്ദ്രൻ സാർ, എല്ലാം ഒരുമിച്ച് വിശദീകരിച്ചിട്ടൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. എല്ലാ വർഷവും നരേന്ദ്രൻ സാർ ഉത്സവം കാണുന്നതല്ലേ? ഇത്തവണ കാണണ്ട. പകരം വലിയൊരു അപകടത്തിൽപ്പെട്ട് തലയ്ക്ക് പരിക്കുമായി സാർ മെഴ്സി ഹോസ്പിറ്റൽ ICUയിൽ ഉണ്ടാവും. സാർ ICUയിൽ വെറുതെ കിടന്നാ മതി. എന്റെ നിർദ്ദേശം വരുമ്പോ സാർ ചെയ്യാനുള്ളത് ചെയ്തേക്കണം. കാർത്തികേയ, നമ്മളെല്ലാവരും ഒരു വലിയ പരീക്ഷണം കഴിഞ്ഞ് തിരിച്ചെത്തിയവരാ. ചെന്ന അബദ്ധത്തിൽ കുടുങ്ങണോ? അബദ്ധമൊന്നും പറ്റില്ല സാറേ. കാർത്തികേയന്റെ വാക്കല്ലേ. ഇന്ന് ചെമ്പരത്തിക്കാവിലെ കാളിയും ദാരികനും ആവേശം കൊണ്ടിറങ്ങുമ്പോ, അതിന്റെ ലഹരിയിൽ ജനങ്ങൾ ആറാടി നിൽക്കുമ്പോ ചെമ്പരത്തിക്കാവിൽ അപ്രതീക്ഷിതമായൊരു സംഭവം നടക്കും. അടങ്ങി നിക്കടി അവിടെ. മാറാനല്ലേ പറഞ്ഞേ? എനിക്ക് പോണം. വീട് അങ്ങോട്ട് മാറി നിൽക്കാൻ. എന്റെ ഡ്യൂട്ടി തടയാനാണ് ഉദ്ദേശമെങ്കിൽ ചവിട്ടി അരക്കി ഞാൻ. ചേച്ചിയെ കൊണ്ടുപോകണേ സാറേ, ചേച്ചി പാവാ. തൽക്കാലം നിന്റെ ചേച്ചിയുടെ പേരില് കൊലപാതക ശ്രമമാ മോളെ. ആ ചെറുക്കൻ അങ്ങനെ ചത്തുപോയാ നിന്നെ പിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. മാറിക്കണേ അങ്ങോട്ട്. ഇവിടെ പിടിച്ച് വണ്ടി കയറ്റി അവളെ ഇങ്ങോട്ട് ഇറക്ക്. വേഗം ഇറങ്ങ്. വാ. സത്യം പറഞ്ഞാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് പേടിയാ. നീ വലിയ കക്ഷിയല്ലേ. SP സാറുമായിട്ടൊക്കെ നേരിട്ട് പരിചയം. ആ പിന്നൊരു കാര്യം, അന്നത്തെ SP മാറി. പുതിയ ആള് ചാർജ് എടുത്തപ്പോ നിന്നെ വിളിച്ചിരുന്നോ? അതോ നേരിട്ട് വന്ന് കണ്ടോ? അല്ല, സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ അങ്ങനെയാണല്ലോ ശീലം. താൻ പേടിക്കണ്ട നന്ദിനി, തന്നെ ആരും ഒന്നും ചെയ്യില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഹലോ, സാറാരാണാവോ? എൻ്റെ പേര് സൂര്യ. ഞാൻ നന്ദിനിയുടെ ഭർത്താവാ. ആണോ?
ഭാര്യയെ കാണാൻ വേണ്ടി വന്നാണോ? അതിനിത് തന്റെ വീടല്ലല്ലോ, ഇവളുടെ വീടും അല്ല. ഇത് പോലീസ് സ്റ്റേഷനാ. ഇവിടത്തെ നിയമം ഞാൻ പറയുന്നതാ. അത് പാലിക്കാതെ അകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിലേ അതുപോലെ ഇറങ്ങി പൊക്കോണം. സർ, കസ്റ്റഡിയിലിരിക്കുന്ന ആൾക്ക് പുറത്ത് ആരോടും സംസാരിക്കാൻ പാടില്ലേ? അപ്പോ അയാൾക്ക് വേണ്ട നിയമസഹായങ്ങളൊക്കെ? ആഹാ, നിയമം പഠിപ്പിക്കാമെന്നാണല്ലേ? എങ്കിൽ പിന്നെ നമുക്ക് നിയമത്തിന്റെ വഴിക്ക് തന്നെ അങ്ങ് നീങ്ങാം. ഡോ, ഇവിടെ അങ്ങ് ലോക്കപ്പ് ചെയ്തേരെ. സർ, നിങ്ങൾ വെറുതെ വാശി കാണിക്കരുത്. അല്ല, എന്ത് ചെയ്തിട്ടാ നീ ഇതിനകത്ത് കിടക്കുന്നത്? നീ എന്താ കരുതിയത്? പത്മ ഇത്രയ്ക്കും വളർന്നത് ഒരു പണിയെടുക്കാതെയാണെന്നോ? പലപ്പോഴായി ഞാൻ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒതുക്കേണ്ടവരെ ഒതുക്കിയും വെട്ടി മൂടേണ്ടവരെ വെട്ടി മൂടിയും തന്നെയാ ബിസിനസ്സിലായാലും സൊസൈറ്റിയിലായാലും പത്മ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. പക്ഷേ എന്റെ മകൻ കാണിച്ചൊരു സാഹസത്തിന്റെ പേരിൽ നീ എന്നെ വെല്ലുവിളിച്ചു. അതും എന്റെ മക്കളുടെ മുന്നിൽ, എന്റെ ഭർത്താവിന്റെ മുമ്പിൽ, എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ, ഒരു സൊസൈറ്റിയുടെ മുഴുവൻ മുമ്പിൽ പത്മയുടെ അഭിമാനത്തിന് നീ വില പറഞ്ഞു. ഇതിനകത്ത് നിന്ന് നീ പുറത്തിറങ്ങോ? അല്ല, എന്റെയും എന്റെ മകന്റെയും ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരൂ?